ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് സ്വപ്നം കണ്ട ഒരാളുടെ കഥ, ശാസ്ത്രലോകത്തെ ഒരു വിസ്മയം, ഒരു പ്രതിഭ, ഒരു ദീർഘദർശി. നിക്കോള ടെസ്ല എന്ന ആ മഹാപ്രതിഭയെക്കുറിച്ചാണ് എന്റെ വാക്കുകൾ. 1856 ഓസ്ട്രിയൻ സാമ്രാജ്യത്തിലെ ഒരു കൊച്ചുഗ്രാമത്തിൽ ജനിച്ച ടെസ്ല ചെറുപ്പം മുതൽക്കേ സ്വപ്നങ്ങളുടെ ലോകത്തായിരുന്നു. മിന്നലിന്റെയും ഇടിമിന്നലിന്റെയും സൗന്ദര്യത്തിൽ അയാൾ ആകൃഷ്ടനായി. പ്രകൃതിയിലെ ഈ ശക്തിയെ എങ്ങനെ മനുഷ്യന്റെ നന്മയ്ക്കായി ഉപയോഗിക്കാമെന്ന് അയാൾ ചിന്തിച്ചു. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നതുപോലെ, അറിവില്ലാത്ത ഒരാൾക്ക് അറിവ് നൽകുന്നതുപോലെ ഈ ലോകത്തിന് വെളിച്ചം നൽകണമെന്നായിരുന്നു ടെസ്ലയുടെ സ്വപ്നം. എന്റെ കണ്ടുപിടുത്തങ്ങൾ മാനവരാശിക്ക് പ്രയോജനകരമാകുമെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. യൗവനത്തിൽ ടെസ്ല അമേരിക്കയിലെത്തി തോമസ് എഡിസന്റെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. അക്കാലത്ത് എഡിസൺ വികസിപ്പിച്ച DC കറന്റ് വളരെ ചെറിയ ദൂരത്തേക്ക് മാത്രമേ വൈദ്യുതി എത്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ടെസ്ലയ്ക്ക് ബദൽ ആശയങ്ങളുണ്ടായിരുന്നു, അതായിരുന്നു AC കറന്റ്. എന്നാൽ എഡിസൺ ടെസ്ലയുടെ ഈ ആശയത്തെ എതിർത്തു. AC അപകടകരമാണെന്ന് പറഞ്ഞ് എഡിസൺ പ്രചാരണം നടത്തി. ശാസ്ത്രം കച്ചവടമായി മാറുമ്പോൾ സത്യം പലപ്പോഴും മൂടിവെക്കപ്പെടുന്നു എന്നതിന് ഇതൊരു ഉദാഹരണമാണ്. എങ്കിലും ടെസ്ല തന്റെ സ്വപ്നത്തിൽ ഉറച്ചുനിന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലതരം എതിർപ്പുകൾ ഉണ്ടാവാറുണ്ട്. സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടാവാം. അപ്പോൾ എന്തു ചെയ്യണം? ടെസ്ലയെ ഓർക്കുക. അവസരങ്ങൾ തേടിയുള്ള യാത്ര. എഡിസന്റെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ടെസ്ല പിന്നീട് സ്വന്തമായി കമ്പനി തുടങ്ങി. അപ്പോഴും വെല്ലുവിളികൾ അവസാനിച്ചില്ല, ഒരുപാട് നിരാശകളുണ്ടായി. പക്ഷേ ടെസ്ല പിന്മാറിയില്ല. ഒടുവിൽ വെസ്റ്റിംഗ് ഹൗസ് എന്ന കമ്പനി അദ്ദേഹത്തിന്റെ AC കറന്റ് സിസ്റ്റം അംഗീകരിച്ചു. 1893 ഷിക്കാഗോ വേൾസ് കൊളംബിയൻ എക്സ്പോസിഷനിൽ AC വൈദ്യുതി ഉപയോഗിച്ച് മുഴുവൻ പ്രദർശനശാലയും പ്രകാശിപ്പിച്ചു. ആ നിമിഷം ടെസ്ലയുടെ ആശയങ്ങൾക്ക് ലോകം കൈയടിച്ചു. നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ വൈദ്യുതി ഉത്പാദനത്തിന് ടെസ്ലയുടെ AC സിസ്റ്റം ഉപയോഗിച്ചതോടെ AC വൈദ്യുതി ലോകത്തിന്റെ ഭാവി തീരുമാനിച്ചു. ടെസ്ലയുടെ ജീവിതപാഠങ്ങൾ. ഈ വിജയത്തിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. ടെസ്ലയുടെ വാക്കുകൾ നമുക്ക് വലിയ പ്രചോദനമാണ്. തനിച്ചായിരിക്കുക, അതാണ് കണ്ടുപിടുത്തങ്ങളുടെ രഹസ്യം. തനിച്ചായിരിക്കുമ്പോഴാണ് ആശയങ്ങൾ ജനിക്കുന്നത്. ഞാൻ സത്യസന്ധമായി പ്രവർത്തിച്ച ഭാവി എനിക്കുള്ളതാണ്. ഈ വാക്കുകൾ പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ ചിലപ്പോൾ തനിച്ചായിരിക്കും. ആളുകളുടെ പരിഹാസങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ നിമിഷങ്ങളിൽ പോലും നമ്മൾ വിശ്വസിക്കുന്ന സത്യത്തിനായി നിലകൊള്ളുക. ടെസ്ലയുടെ മനസ്സ് ഒരു സാധാരണ മനുഷ്യന്റേതായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു വസ്തുവിന്റെ ചിത്രം മനസ്സിൽ കാണുമ്പോൾ തന്നെ അതിന്റെ എല്ലാ വിശദാംശങ്ങളും കൃത്യമായി കാണാൻ കഴിയുമായിരുന്നു. ഇതിനെയാണ് വിഷ്വൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ അദ്ദേഹത്തിന് സ്വന്തം മനസ്സിൽ തന്നെ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. ഈ കഴിവിനെക്കുറിച്ച് ടെസ്ല ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഒരു കാര്യം മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാന് എനിക്ക് സാധിക്കും. അപ്രതീക്ഷിത തിരിച്ചടികൾ. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ടെസ്ലയ്ക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ല. പലപ്പോഴും അദ്ദേഹം തട്ടിപ്പുകൾക്ക് ഇരയായി. വയർലെസ് വൈദ്യുതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം മുടങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ലബോറട്ടറിക്ക് തീപിടിച്ചു. പക്ഷേ ഈ പ്രതിസന്ധികളൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ മനുഷ്യരാശിയുടെ നന്മയിലായിരുന്നു, അല്ലാതെ പണത്തിലായിരുന്നില്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളും വയർലെസ് സാങ്കേതികവിദ്യകളും റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം ഒരു പരിധിവരെ ടെസ്ലയുടെ ദീർഘദർശനങ്ങളുടെ ഫലമാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലായിരുന്നു. നമ്മളെല്ലാം ഒന്നാണ്. അഹന്ത, വിശ്വാസങ്ങൾ, ഭയങ്ങൾ എന്നിവ മാത്രമാണ് നമ്മളെ വേർതിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും ഒരുമിപ്പിക്കുന്ന ശക്തി വൈദ്യുതിയാണെന്ന് ടെസ്ല വിശ്വസിച്ചു. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ഒരുമിപ്പിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് സ്നേഹവും സഹകരണവും സഹാനുഭൂതിയും. ഒരുപക്ഷേ ടെസ്ലയെ ലോകം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണശേഷമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഈ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തീ കൊടുക്കുക. ലോകം അതിനെ തണുപ്പിക്കാൻ ശ്രമിച്ചേക്കാം, പക്ഷേ പിന്തിരിഞ്ഞു പോകരുത്. നിങ്ങളുടെ ഉള്ളിലെ അഗ്നി ആളിക്കത്തട്ടെ.